will see module 2. Module 2 includes principle of virtual work, Betti's theorem, Maxwell's law of reciprocal deflection. ഈ രണ്ട് തിയറംസും പഠിക്കുക. ദാറ്റ് ഈസ് ദ തിയറി. പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എക്സ്റ്റേർണൽ വർക്ക് ഡൺ. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ബെറ്റീസ് തിയറവും മാക്സ്വെൽസ് ലോ ഓഫ് റെസിപ്രോക്കൽ ഡിഫ്ലക്ഷനും പഠിക്കുക. പിന്നെ പ്രോബ്ലംസ് വരിക ഫ്രം ദി ഫസ്റ്റ് പാർട്ട് ഇസ് യൂണിക് ലോഡ് മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീംസ് ആൻഡ് ട്രസ്സസ്. So we'll see one by one. What is principle of virtual workers? We are going to consider a system of forces, system to be in equilibrium due to a set of forces, that is F1, F2, F3, etc. Fn എന്ന് പറയുന്ന കുറേ ഫോഴ്സസ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. ആ ബോഡി സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സോ ലെറ്റസ് അപ്പോൾ എന്ത് പറ്റും, ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ ഈ ബോഡി ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ് ടു അനദർ ഷേപ്പ്, പക്ഷേ ഇൻ എക്വിലിബ്രിയം ആയിരിക്കും. Okay, so two things occur at this stage, that is an infinitesimal element has displaced, which means a part of virtual work or displacement is done to the rigid body. ഇത് ഡിസ്പ്ലേസ് ചെയ്യും, ചെറിയൊരു പോർഷൻ ഡിസ്പ്ലേസ് ചെയ്യും. അതിനർത്ഥം ഒരു വെർച്വൽ വർക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് കേസ് ഇസ് അനദർ വർക്ക് ഡൺ, ദാറ്റ് ഇസ് സ്ട്രെസ്സസ് ഡെവലപ്ഡ് is done due to change in boundary, that is change in shape of the element. So അകത്തുള്ള എലമെൻറ്റ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുകയും ചെയ്യും, അതുകൊണ്ടൊരു വെർച്വൽ വർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ബൗണ്ടറി ചേഞ്ച് ചെയ്യുമ്പോഴും ഒരു വർക്ക് ഉണ്ടാവും. ആ വർക്ക് സ്ട്രെസ്സായിട്ട് ഡെവലപ്പ് ചെയ്യും. സോ എവറി എലമെൻറ്റ് ഈസ് ഇൻ എക്വിലിബ്രിയം അണ്ടർ ദി സ്ട്രെസ്സസ് ഇൻ ബൗണ്ടറീസ് ആൻഡ് the work done by them during rigid body movement is equal to 0. That is dws minus dwd is equal to 0. dws എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കൊണ്ട് ഉണ്ടാവുന്നത് ചെറിയ വർക്ക്, wd എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടുണ്ടാവുന്ന വർക്ക് ഡൺ. സോ ഫോർ ദി എൻറ്റയർ ബോഡി ആവുമ്പോൾ ws minus wd is equal to 0. That is ws is equal to wd. That means principle of virtual work states that if a system of forces F acting on a deformable body is under equilibrium, as the body is subjected to a small deformation caused by some other effects, the external virtual work done by F forces is equal to the internal virtual work done by F stresses. Okay, internal work done is equal to external work done. Internal work done stress on and down, the external work done due to forces, that is displaced ആവുന്നത്. Now we'll come to the second theorem, that is Betti's theorem. Betti's theorem എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ for a linearly elastic structure, the work done by a set of external forces Pm acting through displacement delta Mn produced by a set of forces Pn is equal to the work done by the second set of external forces Pn acting through a displacement delta Nm produced by the first set of forces. അതായത് സിഗ്മ പി എം ഇൻറ്റു ഡെൽറ്റ എം എൻ ഇസ് ഈക്വൽ ടു സിഗ്മ പി എൻ ഇൻറ്റു ഡെൽറ്റ എൻ എം. പി എം കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സസ് വിൽ ബി ഈക്വൽ ടു പി എൻ കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സസ്. ഓക്കെ, ദാറ്റ് ഈസ് ദി കേസ്. സോ സ്റ്റഡി ദിസ് തിയറം. ഇഫ് ബെറ്റീസ് തിയറം ഇസ് ആസ്ക്ഡ്, ഈ തിയറം അങ്ങനെ തന്നെ എഴുതണം, പ്ലസ് ഈ ഇക്വേഷനും എഴുതണം. പിന്നെ വരുന്നത് മാക്സ്വെൽസ് ലോ ഓഫ് റെസിപ്രോക്കൽ തിയറം ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് deflection at a point n due to a force P applied at a point m is numerically equal to the deflection at the point m due to force P applied at the point n. Okay, so this is the Maxwell's law. So study these theorems. Now we'll see the application of the virtual work, that is unit load method ആണ് ചെയ്യാൻ പോകുന്നത്. So we'll see one problem dealing with unit load. ഇത് സ്റ്റെപ്സാണ്. സ്റ്റെപ്സ് നിങ്ങൾ ഈ ഫിഗർ വെച്ചിട്ട് വായിച്ച് നോക്കുക. അതിപ്പോൾ ആ സ്റ്റെപ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രോബ്ലം നോക്കാം. നമുക്ക് കമ്പ്യൂട്ട് ദി സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ് ബി ആൻഡ് അറ്റ് സെൻറ്റർ ഓഫ് എ കാൻറ്റിലീവർ ബീം ഓഫ് സ്പാൻ 5 മീറ്റർ. സോ ഒരു കാൻറ്റിലീവർ ബീം തന്നിട്ടുണ്ട്, സ്പാൻ 5 മീറ്റർ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ആണ് അറ്റ് ദ ഫ്രീ എൻഡിലെയും കാൽക്കുലേറ്റ് ചെയ്യണം, സെൻറ്ററിലെയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? സ്ലോപ്പ് എന്ന് പറയുന്ന ഇക്വേഷൻ തീറ്റ ബി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L m ഇൻറ്റു എം ഡി എക്സ് ബൈ ഇ ഐ ആണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഇതിനകത്ത് എം എന്ന് പറയുന്നത്
യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് നമ്മളൊരു സെക്ഷനിൽ കൺസിഡർ ചെയ്താൽ ആ സെക്ഷനിൽ ഈ എക്സ്റ്റേണൽ ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെൻറ്റ്, പിന്നെ ഇയും ഐയും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ വിൽ സി വൺ ബൈ വൺ. So small m will be minus 1 kilonewton meter applying unit moment at B. So minus 1 kilonewton meter ആയിരിക്കും യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ബിയിൽ ഈ ലോഡെല്ലാം മാറ്റിയിട്ട് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന മൊമെൻ്റ് ആയിരിക്കും സ്മോൾ എം എന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഇഫ് യു ആർ കൺസിഡറിങ് എ സെക്ഷൻ എക്സ് എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. സോ ആ എക്സിൽ വരുന്ന മൊമെൻ്റ് ആയിരിക്കും ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി 0 to 5ലേക്ക്. സോ എം എക്സ് എത്രയായിരിക്കും? 15 ഇൻറ്റു എക്സ് മൈനസ് 15 ഇൻറ്റു എക്സ് മൈനസ് 3. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് എത്തുന്നത്. സോ ഇറ്റ് ഈസ് മൈനസ് 15 ഇൻറ്റു എക്സ് മൈനസ് 3. ഇനി അത് നമുക്ക് ഈ എക്സിലെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എന്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 0 to 5ൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ലിമിറ്റ്. So integral 0 to 5 small m into minus 1 into capital M into dx divided by EI. 1 by EI നെ നമുക്ക് പുറത്തേക്ക് എടുക്കുക. ബാക്കി ടേംസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 0 to 5 ലിമിറ്റ്സ് കൊടുക്കുക. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇനി വൈ ബി ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ദ ഇക്വേഷൻ ഇസ് ഇൻ്റഗ്രൽ 0 to L m into m dx by EI. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു യൂണിറ്റ് ലോഡ് ബിയിൽ അപ്ലൈ ചെയ്യും. സോ വാട്ട് ഇസ് സ്മോൾ എം? മൈനസ് 1 ഇൻറ്റു എക്സ് ആണ്. കാരണം നമുക്കിവിടെ യൂണിറ്റ് ലോഡാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ തീറ്റ കാണാനായിട്ട് നമ്മൾ യൂണിറ്റ് മൊമെൻ്റ് ആണ് അപ്ലൈ ചെയ്തത്. ഇവിടെ നമ്മൾ യൂണിറ്റ് ലോഡാണ് അപ്ലൈ ചെയ്യുന്നത് വൈ ബി ഡിഫ്ലക്ഷൻ കാണാൻ. സോ നമ്മൾ മൊമെൻ്റ് കണ്ടുപിടിക്കണം എക്സിലുള്ള. സോ സ്മോൾ എം എസ് മൈനസ് 1 ഇൻറ്റു എക്സ്. ബാക്കി ക്യാപിറ്റൽ എമ്മും ബാക്കിയെല്ലാം സെയിം തന്നെ. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 0 to 5 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ദി ഡിഫ്ലക്ഷൻ. ഇനി സെൻറ്റർ സ്പാൻ ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് സെൻറ്റർ വരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 0 to 5 ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട, പകരം 0 to 2.5 ആയിരിക്കും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അങ്ങനെ തീറ്റ 2.5ഉം വൈ 2.5ഉം കണ്ടുപിടിക്കുക. 0 to 2.5 ബാക്കിയെല്ലാം സെയിം. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ വി ആർ അപ്ലൈയിങ് യൂണിറ്റ് മൊമെൻറ്റ് അറ്റ് ദി ഫ്രീ എൻഡ് ആൻഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ വി ആർ അപ്ലൈയിങ് ദി യൂണിറ്റ് ലോഡ് അറ്റ് ദി ഫ്രീ എൻഡ്. നൗ വിൽ സി അനദർ പ്രോബ്ലം. Using the virtual work method, determine the vertical displacement of point B of the beam shown in figure. Take E is equal to 2 into 10 raised to 5, I is equal to this. So ഇതാണ് ഫിഗർ തന്നിരിക്കുന്നത്. UDL ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സെക്ഷൻ അസ്യൂം ചെയ്യും അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. സോ നമ്മുടെ അടുത്ത് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ നമ്മൾ യൂണിറ്റ് ലോഡ് അറ്റ് ബി അപ്ലൈ ചെയ്യും. സോ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to L m into m dx by EI. ഇവിടെ യൂണിറ്റ് ലോഡാണ് അപ്ലൈ ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ ചോദിച്ചുകൊണ്ട്. സോ വാട്ട് വിൽ വി ഡു? നമ്മളിവിടെ ഒരു സെക്ഷൻ എക്സ് എക്സ് അസ്യൂം ചെയ്യും. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? 18 kN per meter ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് 7 മീറ്റർ സ്പാനിൽ. സോ വി വിൽ അപ്ലൈ എ യൂണിറ്റ് ലോഡ് ഹിയർ. സോ നമ്മൾ സ്മോൾ എം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനായിരിക്കും സ്മോൾ എമ്മിൽ ഉണ്ടാവുക. ഇവിടെ ഒരു യൂണിറ്റ് ലോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ്റ്റേണൽ റിമൂവിനെ അപ്പാടെ റിമൂവ് ചെയ്യും. എന്നിട്ട് എക്സ് എക്സിലുള്ള എം കണ്ടുപിടിക്കും. എം അറ്റ് എക്സ് എക്സ് എന്ന് പറയുന്നത് എന്താ? 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ്. സോ അതാണ് ഇവിടെ എഴുതിയത്. ഇനി ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ലോഡിൻ്റെ മൊമെൻറ്റ് അതെന്ത് വരും? 18 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 വരും. സോ മൈനസ് 18 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2. എം കിട്ടി, ക്യാപിറ്റൽ എം കിട്ടി. ലിമിറ്റ് എന്താ? 0 to 7. സോ ഇൻ്റഗ്രൽ 0 to 7 മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 18 എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ് ബൈ ഇ ഐ. ഇ ഐനെ പുറത്തേക്ക് എടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ദി ഇക്വേഷൻ. ഇയും ഐയും ഇവിടെ തന്നിട്ടുണ്ട്. ഇക്കും ഐക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3.38 mm.
അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അണ്ടർ ദി പോയിന്റ് ലോഡ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇയും ഐയും തന്നിട്ടുണ്ട്. സോ ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സോ പോയിന്റ് ലോഡിൻ്റെ താഴെയുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. ഇറ്റ് ഇസ് സെയിം എം സി ഇൻറ്റു എം ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഇ ഐ. അത് വെച്ചിട്ട് ചെയ്യുക. സോ പോയിന്റ് ലോഡ് ആകുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് ചെയ്താൽ 0 to 2 വരെ ലിമിറ്റ് ചെയ്യുക. ഇതൊന്ന് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അണ്ടർ ദി പോയിന്റ് ലോഡ് ഷോൺ ഇൻ ഫിഗർ ആണ്. സോ ഇവിടെ നമുക്ക് എന്താ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സോ നമുക്ക് ഡെൽറ്റ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ സി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to L എം സി ഇൻറ്റു എം ഡി എക്സ് ബൈ ഇ ഐ. സോ കാൽക്കുലേറ്റ് എം സി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 kN ലോഡ് സിയിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, എവിടെയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ 25 kN എടുത്ത് മാറ്റിയിട്ട് 1 kN ലോഡ് അവിടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. RA1ഉം RB1ഉം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ RB1 ഇൻറ്റു 5 മൈനസ് 1 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. RB1 അതിൽ നിന്ന് 0.4 kN കിട്ടും. RA1 0.6 kN കിട്ടും. സോ RA1 കിട്ടി, RB1 കിട്ടി. അതിനുശേഷം നമുക്ക് എം സി കണ്ടുപിടിക്കാമല്ലോ. എന്തായിരിക്കും? RB1 ഇൻറ്റു 3 ആയിരിക്കും എം സി, അല്ലെങ്കിൽ RA1 ഇൻറ്റു 2. സോ ദാറ്റ് ഇസ് സ്മോൾ എം. സ്മോൾ എം ഇസ് 1.2. ദാറ്റ് ഇസ് 0.6 ഇൻറ്റു 2. സോ 1.2 kN കിട്ടും. ഇനി അതുപോലെ തന്നെ ക്യാപിറ്റൽ എം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുക്കുക. അതിൽ നിന്ന് സിഗ്മ RA/RB കണ്ടുപിടിക്കുക. സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0 വെച്ചിട്ട് RA/RB കണ്ടുപിടിക്കുക. എന്നിട്ട് ഡെൽറ്റ സി കണ്ടുപിടിക്കുക. ഡെൽറ്റ സി ഇസ് എന്നിട്ട് ക്യാപിറ്റൽ എം കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് RA ഇൻറ്റു 2. സോ RA നമുക്ക് 15 കിട്ടി. സോ 15 ഇൻറ്റു 2 ചെയ്യുക. 15 ഇൻറ്റു 2 ചെയ്യുക, 30 കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, സോ എം എക്സ് കിട്ടി, സ്മോൾ എം എക്സും കിട്ടി, ക്യാപിറ്റൽ എം എക്സും കിട്ടി. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടത് എന്താ? ടു ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അറ്റ് സി ആണ്. സോ ദ ബീമിനെ നമ്മൾ 2 റീജിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് എയും സിയുടെയും ഒരു റീജിയനും സിയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള റീജിയനും. എന്നിട്ട് 2 രീതിയിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് 0 to AC പ്ലസ് 0 to CB. സോ 0 to ACയിലെ എം എക്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക. സോ 1/EI ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 RA1 ഇൻറ്റു എക്സ് ഇൻറ്റു RA ഇൻറ്റു എക്സ് ഡി എക്സ് പ്ലസ് 0 to CB എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? 0 to CB എന്ന് പറയുന്നത് 3 ആണ്. അതായത് ഇവിടുന്ന് ഇവിടം വരെയും ഇവിടുന്ന് ഇവിടം വരെയാണ് നമ്മൾ എടുക്കുന്നത്. സോ 0 to CB എടുക്കുമ്പോൾ RB ഇൻറ്റു എക്സ് ചെയ്യണം. RB1 ഇൻറ്റു എക്സ് ഇൻറ്റു RB ഇൻറ്റു എക്സ് ഡി എക്സ് ചെയ്യാം. എന്നിട്ട് ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ RA1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, RA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, RB1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, RB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് യുവർ ഡെൽറ്റ സി. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. കാരണം ഇവിടെ നമുക്ക് പോയിൻറ്റ് സിയിലെ ഡിഫ്ലക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ രീതിയിലുള്ള ക്യാപിറ്റൽ RA/RB കണ്ടുപിടിച്ച് വയ്ക്കുക. പിന്നെ 1 kN ലോഡ് ഇവിടെ ആക്ട് ചെയ്തിട്ട് RA1ഉം RB1ഉം കണ്ടുപിടിക്കുക. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെയും ഇവിടുന്ന് ഇവിടം വരെയുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 0 to AC, 0 to CB. ഓക്കെ, സോ 0 to AC എടുക്കുമ്പോൾ മൊമെൻ്റ് എടുക്കേണ്ടത് RA ഇൻറ്റു 2, RA1 ഇൻറ്റു 2. 0 to CB എടുക്കുമ്പോൾ RB ഇൻറ്റു 2, 3, RB1 ഇൻറ്റു 3. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. Now we'll see the next question, that is using method of virtual work, determine the vertical displacement of the point B of the B. സോ ഇവിടെ എൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയും ഐയും തന്നിട്ടുണ്ട്. 12 മീറ്റർ ആണ് തന്നേക്കുന്നത്. ദിസ് ഇസ് സിമ്പിൾ. ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഡിഫ്ലക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുക ബിയിൽ. എന്നിട്ട് അതിൻ്റെ -1 ഇൻറ്റു എക്സ് ആയിരിക്കും. സ്മോൾ എം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് -25 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2. ഓക്കെ, എന്നിട്ട് 0 to 12 ഇൻ്റഗ്രേറ്റ് ചെയ്യുക. YB എം ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ EI. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ YB കിട്ടും. Using the method of virtual work, determine the slope at point C
at point C of the beam. Take E തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തെ പോലെ തന്നെ ചെയ്യാം. സ്ലോപ്പ് അറ്റ് സി ആണ് ചോദിച്ചേക്കുന്നത്, സ്ലോപ്പ് അറ്റ് പോയിൻറ്റ് സി ആണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യും. യൂണിറ്റ് മൊമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യും, സി പോയിൻറ്റിൽ യൂണിറ്റ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യും. സോ സ്മോൾ എം എന്ന് പറയുന്നത് -1 kN ആയിരിക്കും. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് സിയിലുള്ള മൊമെൻറ്റ്, ദാറ്റ് ഈസ് 40 × 3 മീറ്റർ, അതായിരിക്കും സിയിലുള്ള മൊമെൻറ്റ്. പിന്നെ ഇയും ഐയും തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to L, ദാറ്റ് ഈസ് 0 to 3 എടുക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ 0 to 3 എടുത്താൽ മതി. കാരണം ഇവിടെ എടുക്കാൻ നമുക്ക് ഇൻ്റഗ്രൽ 0 to 3 എടുത്താലും അവിടെ മൊമെൻറ്റ് ഇവിടെ റിയാക്ഷൻസ് വരുന്നില്ലല്ലോ. 40 × 3 എന്ന് തന്നെയല്ലേ രണ്ട് ഡയറക്ഷനിലും വരുള്ളൂ, ക്യാൻഡിലീവർ ബീം ആയതുകൊണ്ട്. സോ ഇൻ്റഗ്രൽ 0 to 3 എടുത്താൽ മതി. അതായത് ഇങ്ങനെ വരും, ഇക്വേഷൻ ഇങ്ങനെ വരും. സോ സിയിൽ നമുക്ക് നമ്മുടെ സ്ലോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ 1 kN സിയിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യും. സോ എം എന്ന് പറയുന്നത് -1 kN ആയിരിക്കും. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഈ 40 -40 × 3 -40 × 3 വിച്ച് ഇസ് -120 kN. ഇനി നമ്മൾ തീറ്റ ബി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to L m × m dx/ei ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 0 to 3. സ്മോൾ എം എന്ന് പറയുന്നത് -1. ഇവിടെ സ്ലോപ്പ് ആയതുകൊണ്ടാണ് -1 × x എടുക്കാത്തത് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇതെന്ന് പറയുന്നത് -120 × dx ഡിവൈഡഡ് ബൈ ഇയും ഐക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എക്സ് ആയിരിക്കും വരിക ഫ്രം ദി ലിമിറ്റ് 0 to 3. അത് അപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 6 meter സബ്ജക്റ്റഡ് ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 45 kN അറ്റ് 2 meter ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്. ലെഫ്റ്റിൽ നിന്ന് 2 മീറ്ററിലേക്ക് 45 kN ഉണ്ട്. മൊത്തം സ്പാൻ 6 meter ആണ്. കാൽക്കുലേറ്റ് ദ ഡിഫ്ലക്ഷൻ അണ്ടർ ദി ലോഡ് പോയിൻറ്റ്. സോ ഈ ലോഡ് പോയിൻറ്റിൻ്റെ താഴെയുള്ള ഡിഫ്ലക്ഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ 1 kN അപ്ലൈ ചെയ്യും. ആദ്യം ഈ രീതിയിൽ വെച്ചിട്ട് നമുക്ക് RA1 1 kN അപ്ലൈ ചെയ്യുക. 45നെ മാറ്റി 1 kN അപ്ലൈ ചെയ്യുക. ഫൈൻഡ് ഔട്ട് RA1 ആൻഡ് RB1. പിന്നെ 45 kN അപ്ലൈ ചെയ്യുക. ഫൈൻഡ് ഔട്ട് RA ആൻഡ് RB. എന്നിട്ട് ഡിഫ്ലക്ഷൻ അറ്റ് പോയിൻറ്റ് സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ഇൻ്റഗ്രൽ 0 to 2 meter ഇവിടത്തെയുള്ള m × x × m dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 4. അടുത്തത് ഇൻ്റഗ്രൽ, അതായത് A to സിയും B to സിയും, 0 to AC ആൻഡ് 0 to CB. ആ രീതിയിൽ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ഇസ് 1/ei into integral 0 to 2 RA1 into x into RA into x dx plus integral 0 to 4 RB1 into x into RB into x dx. RA1 RA RB1 RB substitute ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. You will get it as 57 mm.